ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹുർഗാഡ് എല്ലാ രണ്ടാമത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ നമ്മൾ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്മെറ്റിക്സും പെർഫ്യൂം ഓയിൽസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു. നമ്മൾ പാക്കേജ് ടൂർ നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗെറ്റ് യു ഗൈഡിൽ കൂടെയാണ് നമ്മൾ ബുക്കിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയത് ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമ്മളെ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ഒരു 1/2 hour to 1 hour ഡ്രൈവ് ഉണ്ട് തോന്നുന്നു. നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയത് നമ്മൾ ക്വാഡ് ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഒരു 1-1.5 മണിക്കൂറുണ്ട് ക്വാഡ് ബൈക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യം അവർക്ക് ഒരു ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. നമ്മളെ ആദ്യം പഠിപ്പിച്ചൊക്കെ തരും എങ്ങനെയൊക്കെയാണ് ഓടിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ട്രയൽ റൈഡൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ അവർ നമ്മളെ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഡെസേർട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. അപ്പോൾ മുഖത്ത് സ്കാർഫൊക്കെ വെച്ച് അവരുടെ ഒരു പ്രത്യേക ഒരു ഗ്ലാസ്സസും ഒരു ഗോഗിൾസ് പോലത്തെ ഒരു ഗ്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് ഇടണം. എന്നിട്ടൊന്നും രക്ഷയില്ല കേട്ടോ, ഭയങ്കര പൊടിയും കാറ്റുമാണ്. ക്വാഡ് ബൈക്ക് കഴിഞ്ഞാൽ അവിടെ ബഗ്ഗി റൈഡ് ഉണ്ട്. അത് ഓപ്ഷണലാണ്, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനൊക്കെ ഇത്തിരി വശമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെവർക്ക് സൈഡിലിരിക്കാം അല്ലെങ്കിൽ ബാക്കിലിരിക്കാം. 4 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന ബഗ്ഗി റൈഡ്സ് ആണ് കേട്ടോ. അല്ലാത്തവർക്ക് കൂടെ ഇരുന്ന് എൻജോയ് ചെയ്താൽ മതി കേട്ടോ. കുട്ടികളിനൊക്കെ കൊണ്ടുപോകാനായിട്ട് സേഫാണ് കേട്ടോ ഈ ബഗ്ഗി റൈഡ്സ്. അപ്പോൾ അവർക്ക് കൂടെ ഇരിക്കാൻ പറ്റും. ക്വാഡ് ബൈക്സിനൊക്കെ കുറച്ചും കൂടി സേഫറാണ് ബഗ്ഗി എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്വാഡ് ബൈക്സ് ഭയങ്കര റഫായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ പോകും. അപ്പോൾ ഒത്തിരി റഫായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ പോയത് ഡെസേർട്ട് സഫാരിക്കാണ്. അതും ഇതുപോലെ തന്നെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഒരു ജീപ്പുകളുണ്ട് അവരുടെ, അപ്പോൾ അതിനകത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഡെസേർട്ട് സഫാരി. ഇതിന് മുന്നേ നമ്മൾ ഡെസേർട്ടിൽ, അതായത് ദുബായിലൊക്കെ ഡെസേർട്ട് സഫാരി കാണുന്ന പോലെ അല്ല ഇവിടുത്തെ ഡെസേർട്ട് സഫാരി. ഇവിടുത്തെ ഡെസേർട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് പാറകളും കല്ലുകളും ഒക്കെ ഉള്ള കൈൻഡ് ഓഫ് ഡെസേർട്ടാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടിയൊക്കെ നമ്മൾ ഈ ജീപ്പിൽ റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര കുലുക്കും ഭയങ്കര ചാട്ടമായിരുന്നു. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചാട്ടമായിരുന്നു ആ ജീപ്പിനകത്തിലിരിക്കുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ആ ജീപ്പിൻ്റെ മേളിൽ റൂഫിലും അവരിങ്ങനെ പില്ലോ ഒക്കെ വെച്ചിട്ട് കുറച്ച് കുഷനൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓരോ ചാട്ടത്തിലും നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മേളിൽ പോയി തലയിടിക്കും, അതുപോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് തന്നെ അവർ അതിനനുസരിച്ചിട്ടാണ് ആ ജീപ്പൊക്കെ സെറ്റ് ചെയ്തേക്കണേന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് അടുത്ത സഫാരിക്കാണ്, ക്യാമൽ സഫാരിക്ക്. അത് കാണാം കേട്ടോ. ക്യാമൽ സഫാരി അടുത്തൊരു അഡ്വഞ്ചർ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമലിൻ്റെ പുറത്ത് കയറുന്നത്. അപ്പോൾ ഇത്ര വലിയ ആനിമലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് എണീക്കുന്നു. പക്ഷേ ഇതിങ്ങനെ മുട്ടുകുത്തി എണീക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വീഴാൻ പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ തലയിൽ പോയി കിടക്കും. അപ്പോൾ സൂക്ഷിച്ചിരുന്നിട്ട് നമ്മൾ എണീക്കാൻ നോക്കണം, നന്നായി പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തെറിച്ച് വീഴും അതിൻ്റെ മേളിൽ നിന്ന്. പിന്നെ ഒരു ആനിമലല്ലേ, അപ്പോൾ അത് അതിൻ്റെ രീതിയിലല്ലേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങി കുറച്ച് നേരം അതിൻ്റെ മേളിൽ സഫാരി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നേരമൊന്നും ഇതിൻ്റെ മേളിൽ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാക്ക് പെയിനൊക്കെ എടുക്കാൻ തുടങ്ങും കുറച്ച് നേരം കഴിയുമ്പോൾ. അങ്ങനെ ക്യാമൽ സഫാരി ചെന്ന് അവസാനിച്ചത് ഈ ക്യാമലിനെയൊക്കെ നോക്കുന്ന കുറച്ച് അവിടുത്തെ ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഹട്ടിലാണ്. അപ്പോൾ അവരവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പാക്കേജ് ടൂറിൽ അവരൊരു ഷോ പോലെ വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. അതോ ശരിക്കും അവരവിടെ ക്യാമലിനെ നോക്കുന്നവർ താമസിക്കുന്ന സ്ഥലമാണോ എന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മളെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ടൂർ ഗൈഡ്. അപ്പം അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ അഡ്വഞ്ചർ. അപ്പോൾ അഡ്വഞ്ചറെല്ലാം ചെന്ന് അവസാനിച്ചത് നമ്മളുടെ ഭക്ഷണം കഴിക്കലിലാണ്. അപ്പോൾ ഈവനിങ് നമ്മൾക്ക് ഭക്ഷണവും ഉണ്ട് കേട്ടോ.
ഒരു 8 മണി ആകുമ്പോഴത്തേനാണ് നമ്മൾ തിരിച്ച് അവരുടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പം ഇതാ കണ്ടോ, നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഒരു കൈൻഡ് ഓഫ് ചായയാണ്, ഭയങ്കര കയപ്പാണ്, മധുരമൊന്നും ഇടൂല, ഈജിപ്ഷ്യൻ ഒരു ടീ ആണ് അത്. ഈ മണലിലൊക്കെ ഉണ്ടാക്കണേന്ന് തോന്നുന്നു, അങ്ങനെയാണ് അവർ വെച്ചേക്കണേ. മണൽ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എന്തോ ഒരു പാത്രമൊക്കെ വെച്ചിട്ടാണ് അവർ ചായ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച് നമ്മൾക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഭക്ഷണമൊക്കെ. അത് കഴിക്കാനായിട്ട് നമ്മൾ പോവുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാർ ഗേസിങ്ങും കൂടെ ഉണ്ടായിരുന്നു. ഈ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് സ്റ്റാർ ഗേസിങ്. വേറെ ഒന്നുമില്ല, പുറത്ത് മണ്ണിൽ നമ്മൾ ഇങ്ങനെ നക്ഷത്രത്തെയും കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പം അതിന് നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്ന സ്ഥലം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു, അതുപോലെ വേറെ കുറേ അവരുടെ കൈൻഡ് ഓഫ് ട്രഡീഷണൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് അവിടെ മണലിൽ കിടന്ന് ഉറങ്ങാം, എന്നിട്ട് സ്റ്റാർസിനെയും കണ്ട് നമുക്ക് മണലിൽ കിടന്ന് ഉറങ്ങാം. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡെസേർട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട്. അവിടെ ഇരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ചെറിയൊരു കാറ്റടിക്കുമ്പോഴത്തേനും ഭയങ്കര തരിതരിയായിട്ടുള്ള മണലല്ലേ, അതെല്ലാം നമ്മുടെ കണ്ണിലും മൂക്കിലൊക്കെ വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല ഈ സഫാരിയൊക്കെ കഴിഞ്ഞ് മെയിൻലി ക്വാഡ് ബൈക്കൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേനും ആകെ മേത്തൊക്കെ സ്റ്റിക്കിയായി, ആകെ മുടിയിലും മേത്തും ഒക്കെ ആകെ സ്റ്റിക്കിയായി, എന്ന് വെച്ചാൽ അത്രയധികം മണ്ണും പൊടിയായിരുന്നു. അപ്പോൾ ഈ പൊടിയെല്ലാം അടിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് ഹോട്ടൽ റൂമിൽ എത്തിയാൽ വന്നിട്ട് കുളിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായി. അപ്പം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ചെല്ലുന്ന കാര്യമൊന്നും ആലോചിക്കാനേ വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. നമ്മൾ സ്റ്റാർ ഗേസിങ്ങിന് അവിടെ നിന്നില്ല, നമ്മൾ തിരിച്ച് പോരുമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളുടെ നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നേരത്തെ ചെന്ന് നമ്മൾക്ക് അടുത്ത കാര്യങ്ങൾക്ക് തയ്യാറെടുക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോരുമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ പോയത് കൈറോയിലേക്കാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഈജിപ്തിൽ പോയത് തന്നെ കൈറോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാൻ മറക്കല്ലേ, ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.